ഹലോ ഗൈസ്, വി എൻ കപ്പിൾ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്കടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന അനങ്ങന്മലയിലേക്കാണ്. മാനം മുട്ടി നിൽക്കുന്ന ഒരു കൂറ്റൻ മല, അതാണ് കേട്ടോ ഈ അനങ്ങമല. സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷനിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ അനങ്ങമല. വള്ളുവനാടൻ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന ഇത്തരത്തിലുള്ള മലകളും കുന്നുകളും ക്ഷേത്രങ്ങളും നമ്മുടെ പാലക്കാടിന്റെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ചെറിയ ട്രക്കിങ്ങും അതുപോലെ വ്യൂ പോയിന്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അനങ്ങമല നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. 10 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ മലയാണ് അനങ്ങമല. അതിന്റെ ഒരു ചെറിയ ഏരിയയാണ് നമുക്ക് അനങ്ങമല എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാനായിട്ട് പറ്റണം. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് എൻട്രി ടൈം ഉള്ളത്. അതുപോലെ മലമുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർ ഒരു കുപ്പി വെള്ളം കൈ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം സ്റ്റെപ്പുകൾ കയറുമ്പോൾ എന്തായാലും ടയേർഡാവും, ദാഹിക്കും. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീണ്ടും വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് സെൻറ്ററിലേക്ക് പോവുക ചെയ്തത്. മലയുടെ മുകളിലേക്ക് എത്താനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറണം കേട്ടോ. കൗതുകം ലേശം കൂടി എൻ്റെ ഹസ്ബൻഡ് സ്റ്റെപ്പുകളൊക്കെ എണ്ണി നോക്കും. സ്റ്റെപ്പ് കഴിഞ്ഞാലും കുറച്ച് ദൂരം കൂടി മുകളിലേക്ക് കയറാനായിട്ട് പറ്റും കേട്ടോ. വലിയ കുത്തനുള്ള കയറ്റമൊന്നുമല്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് കയറാം. എന്തൊക്കെ പറഞ്ഞാലും അവിടെ നിന്നുള്ള സീനറി ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല കേട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പാടങ്ങളും അതുപോലെ കുന്നുകളും മലകളും ഒക്കെ കാണാൻ പറ്റും. ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന ഗാർഡ് വെച്ചിട്ടുള്ള വഴിയുണ്ടല്ലോ, അവിടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വേറെ ടിക്കറ്റ് എടുക്കണം. കാരണം അത് ട്രക്കിംഗ് ആണ് കേട്ടോ. അനങ്ങന്മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തിന് 1200 അടി ഉയരം ഉണ്ടെന്നാണ് കേട്ടോ പറയണേ. മഴക്കാലത്താണ് അനങ്ങന്മലയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു ഫേസ് നമുക്ക് കാണാൻ പറ്റുക. പാലക്കാട് ജില്ലയിൽ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയിട്ടാണ് നമ്മുടെ അനങ്ങമല. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഴക്കാലത്ത് വേണം ശരിക്കും ചെല്ലാനായിട്ട്. അപ്പോൾ കോടയും ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുത്ത കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ കാംഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങളൊരു ഇട ദിവസം പോയത് കൊണ്ട് തന്നെ അവിടെ വിസിറ്റേഴ്സ് ഭയങ്കര കുറവായിരുന്നു. ഏതാണ്ട് 5 മണിയാകുമ്പോഴാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 1 അവർ ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം മെല്ലെ താഴ്ത്തിക്ക് ഇറങ്ങി. ഇനിയും വള്ളുവനാടിൻ്റെ സൗന്ദര്യം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇനി ഇവിടേക്ക് മഴക്കാലത്ത് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ മല ഇറങ്ങിയിട്ടുള്ളത്. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയലോരം എന്നാണ് ആ കഫേയുടെ പേര് വന്നിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ കഫേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ചായയും സ്നാക്കും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ടേക്ക് കെയർ, ബൈ.